കേട്ടുണ്ടോ? ഇല്ല. അരിയരച്ചിട്ടും പൊടിച്ചിട്ടും ചുട്ട അതിർപ്പത്തിരി പലതരത്തിൽ, അരിയരച്ചിട്ടും പൊടിച്ചിട്ടും ചുട്ട അതിർപ്പത്തിരി പലതരത്തിൽ, അടവടലടു തരിയുണ്ട മണ്ട പുഴുങ്ങുണ്ട നുണ വരും വിധത്തിൽ. എടാ നമുക്കത് പാടാൻ കിട്ടില്ലേ, മുണ്ടാതിരുന്നാ പോരെ. എന്താ ഈ വിഷുവിന് പടക്കം പൊട്ടണായി പട 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 എന്ന് പറയണത്? പലഹാരത്തിന്റെ പേര്, പലഹാരത്തിന്റെ പേരറിയില്ലെങ്കിൽ അത് ചോദിച്ച് പഠിച്ചു മനസ്സിലാക്കുക. കാളിയാവുകാർക്ക് പുട്ടും വെള്ളപ്പോ അല്ലാതെ വേറെ വല്ലതും തിരിയും. ശരിയാ, ഇതൊക്കെ പലഹാരങ്ങളാണ്. ഇനി വേണമെങ്കിൽ ഞാൻ ഓരോന്നായി പറഞ്ഞുതരാം. അട, അട, വട, വട, എന്താ മദ്രസ അത്? എടാ പേര് കേട്ട് മനസ്സിലാക്ക്. ലഡു, തരിയുണ്ട, മണ്ട. മണ്ടേ അന്നെ വിളിച്ചതല്ല, ശരി, പലഹാരത്തിന്റെ പേരാണ്. ഈ പലഹാരങ്ങളുടെ പേര് എന്ന് പറഞ്ഞാല് ഈ പണ്ടാരിമാർക്ക് ചില അബദ്ധങ്ങൾ പറ്റുമ്പോഴാണ് പുതിയ പുതിയ പലഹാരങ്ങൾ ജനിച്ചു വീഴല്. ശരി. എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞങ്ങളെ നാട്ടിലൊരു പണ്ടാരിക്ക് ഒരബദ്ധം പറ്റിയ കഥ ഓർമ്മ വരുന്നത്. അതായത് ഇതേമാതിരി ഒരു റമദാൻ മാസം കാലം, റമദാൻ മാസം കാലം എവിടെ ഹോട്ടലിന്റെ മുകളില് മാളിയന്റെ മുകളില് കുറെ ആൾക്കാര് ഈ റമദാൻ മാസത്തിൽ വെറുതെ നേരം പോക്കിന് വേണ്ടിയിട്ട് ഈ ഷീട്ട് കളിക്കും. ഷീട്ട് കളി എന്ന് പറഞ്ഞാൽ പൈസ വെച്ചിട്ടുള്ള കളിയല്ല, അല്ലല്ല, 28, ജാക്കി, റമ്മി, അങ്ങനെ കുറെ കളികളുണ്ട് ഷീട്ടുമ്മല്. അതും കളിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് നോൽമ്പ് വെച്ച് പോന്നോല. ഉച്ചയായപ്പോ ഇവർക്ക് ഇങ്ങനെ ഒരു ജാതി വയറ്റുന്നെല്ലാം കൂടി ഒരു അതിൽ ഹോട്ടലുകാരനുണ്ട് ഇവരെ കൂടെ ഇരുന്ന് കളിക്കണം. അതിലിപ്പോ ഹോട്ടലുകാരനെ വിളിച്ചിട്ട് പറഞ്ഞ അച്ഛനെ വിശക്കുണ്ടല്ലടാ, ഇവിടെ എന്തെങ്കിലും രസം ഉണ്ടാക്കുക ചോദിച്ചു. അതിൽ അച്ഛൻ എന്ത് ചെയ്തു, വേഗം ചെന്നിട്ട് കുറച്ച് നെയ്ച്ചോറ് അടുപ്പത്തിട്ട് എന്നല്ല, ഇവന് നെയ്ച്ചോറ് അടുപ്പത്തിട്ട് കണ്ട് ഇങ്ങോട്ട് കയറി പോന്ന് ഇവരെ കൂടെ വന്ന് കളിച്ച് കളിന്റെ ഹരത്തില് ഇവ ഇത് ഇറങ്ങിപ്പോകാനും തീ കത്തിക്കാനും ഇളക്കാനും ഒക്കെ മറന്ന് തീയൊക്കെ കെട്ട് വെള്ളം ശരിക്ക് പറ്റാതെ ഈ പച്ചരി തീ കിടന്നുകാണ്ട് അങ്ങനെ വെന്ത് നോക്കുമ്പോ അത് വേഗമായും ചെയ്തിക്കണ്. വെള്ളം തീ കത്താത്തോണ്ടോട്ട് വറ്റിയിട്ടില്ല. ഇതിപ്പോ അങ്ങനെ ഇളക്കി നോക്കുമ്പോ ചോറും അല്ല കഞ്ഞിയല്ല, ഒരു സൈസ് ചൊറിഞ്ഞി. ചോറും കഞ്ഞിയല്ലാത്തതിനെ പിന്നെ ചൊറിഞ്ഞിന്നാ പറയും. ഇങ്ങനെ നിക്കുകയാണ്. പടച്ചോനെ സംഗതി പറ്റിച്ചല്ലോ, ഇനിയിപ്പോ എങ്ങനെയാണ് ഈ ചങ്ങായിമാരെ മുന്നിക്ക് ഇത് കൊണ്ടേ വെച്ചു കൊടുക്കുക, എന്താപ്പ ചെയ്യാ എന്നൊക്കെ വിചാരിച്ച് ഇവങ്ങനെ ആലോചിച്ച് എന്താപ്പ ഒരു പരിപാടി ചെയ്യാ. അതിലിവന് പെട്ടെന്നൊരു ബുദ്ധി വെച്ച്, വൈകുന്നേരം നോമ്പ് തുറക്കണ സമയത്ത് നിങ്ങൾക്ക് പൊറാട്ട അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദമാവ് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഈ മൈദമാവ് എടുത്തുകാണ്ട് ഇവൻ ഇതിക്ക് ലേശം അങ്ങോട്ട് കൊട്ടി കുറച്ച് പഞ്ചസാര ഇങ്ങോട്ട് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തപ്പോ ഇതിത്തെ വെള്ളം വറ്റി. ഇത് മൈദ അതിൽ കിടന്നൊന്ന് വെന്ത് ഈ നെയ്യും ഈ നെയ്ച്ചോറ്റിക്കുള്ള സാധനങ്ങളൊക്കെ ആദ്യം അതിൽ ചേർത്തിക്കണല്ലോ, അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടിക്കണം. ഇതെല്ലാം കൂടി ആയപ്പോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമായി മാറി. ഇത് മോൾക്ക് വരെ മുന്നിക്കാണ് കൊണ്ട് വെച്ചു കൊടുത്ത് ഇവരക്കാണെങ്കിൽ നല്ല വിഷപ്പുണ്ട്. ആനനെ കിട്ടിയാ തിന്നാനുള്ള വിഷപ്പ് വെച്ചിരിക്കുകയാണ്. അതിൽ ഇവരിങ്ങനെ തിന്നണിന്റെ ഇടയിൽ ഒരാൾ ചോദിച്ചാൽ അല്ല എന്തത് സാധനം എന്ന് ചോദിച്ചു. ഇതറിയില്ലേ, ഇതാണ് ബോംബെ പുഷ്കാർ. അതിൽ അവിടെ മായാക്കാറുണ്ട് ഒരാളുണ്ട്, ബോംബെയിൽ കുറെ കാലം വിലസിയ ആളാ. മായാക്കാനോട് പോലും ചോദിച്ചാൽ അല്ല മായാക്ക നിങ്ങൾ കുറെ കാലം ബോംബെയിൽ നിന്ന ആളാണ്, നിങ്ങൾ ബോംബെയിൽ നിന്ന് ഈ പുഷ്കാണ്ടിക്കണോ ചോദിച്ചു. അതില് മായാക്ക് അച്ഛനെ മാനം കെടുത്തണ്ടെന്നുള്ള എനിക്ക് അപ്പൊ പറഞ്ഞു, ഞാൻ കണ്ടിങ്ങനെ ഇത് തന്നെ ബോംബെ പുഷ്കാർ. അങ്ങനെ തീറ്റയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറക്കാൻ നേരത്തെ എല്ലാവരും വീട്ടിലേക്ക് പോയ സമയത്ത് മായാക്ക് അച്ഛനോട് ചോദിച്ചു, അല്ല അച്ഛ എന്താ കൊടുന്ന് വെച്ച സാധനം? ഞാൻ പിന്നെ അപ്പം ആൾക്കാരുടെ അടിയിലിട്ട് എന്നെ വഷളാക്കണ്ട വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ഒന്നാരം മായാക്ക അതിന്റെ കഥ പറയണ്ട, അത് ചോറ് അടുപ്പത്തിട്ടായിരുന്നു, തീ കത്തിക്കാൻ മറന്നുകാണ്ട് വെള്ളം പറ്റാതായപ്പോ ഞാൻ ലേശം മൈദപ്പൊടിയും പഞ്ചസാര ഇട്ട് ഇളക്കിയതാണ് എന്ന് പറഞ്ഞ മാതിരി. ഈ മണ്ട എന്ന് പറഞ്ഞ പലഹാരം ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? ഒരു പണ്ടാരി സമൂസ ഉണ്ടാക്കിയിരുന്നു. അബദ്ധവശാല് ഉപ്പിടണ്ടോടത്ത് പഞ്ചസാര ഇട്ടുപോയി തിന്നു മാറിയതാണ്. പാത്രം മാറിയാണ്ട് ഉപ്പ് കൊട്ടണ്ടോടത്ത് പഞ്ചസാര കൊട്ടി നോക്കുമ്പോ അത് പിന്നെ അത് സമൂസ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി. അതിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടിട്ട്
ഹോട്ടലിന്റെ ഓണറോട് പറഞ്ഞു പുതിയൊരു പലഹാരം ഇന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കണം, മണ്ടയാണ് ഇതിന്റെ പേര്. ഉണ്ടാക്കിയോ മണ്ടനാണ് എന്നാണ് ആ പേരിന്റെ ചുരുക്കം. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ പലഹാരങ്ങളുടെ പേര് മനസ്സിലായില്ലേ? ഇനി തെറ്റിക്കരുത് കേട്ടോ, കണ്ണിൽ ഞാൻ കൈയിടും. അരിയരച്ചിട്ടും പൊടിച്ചിട്ടും ചുട്ട തൃപ്പപ്പത്തിരി പലതരത്തിൽ, അടപടലിടു തരിയുണ്ട മണ്ട പുഴുങ്ങുണ്ട നുണ വരും വിധത്തിൽ, ഇവകളമ്മായി രസത്തിൽ വെച്ചിട്ട് തിരിശപ്പൂ സദസ്സിൽ വെച്ചിട്ട് തുറക്കി നിങ്ങൾ തുറക്കി നിങ്ങൾ തുറക്കിന്നും പറഞ്ഞുകൊണ്ട് പറന്നുറപ്പിക്കുന്ന പൊന്നമ്മായി നമ്മളെ നല്ല അമ്മായി. അമ്മായി വെച്ച് ഇരുന്നൂരുട്ടി ആരംഭമായ മരുമോനിക്ക് അയൽവക്കക്കാരെ വിളിപ്പിക്കുന്നേ, ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നു. ഇത്രയും സാധനങ്ങൾ പലഹാരങ്ങൾ അമ്മായി ഞങ്ങളെ മുന്നേക്ക് കൊടന്ന് നിരത്തിയപ്പോ ഞാൻ പറഞ്ഞു പൊന്നാരമ്മായി ഇനി കൊണ്ടരലി ഞങ്ങളോട് തിന്നാൻ കഴിയൂല. എന്താ കാരണം? 50 ആൾക്കാർ ഞങ്ങൾ പോയില്ലേ, ഹംകേക്ക് 49 ആക്കും നോമ്പില്ല. എനിക്ക് ഒരൊറ്റ ആൾക്ക് മാത്രമേ ഉള്ളൂ അന്ന് നോമ്പ്. അനക്ക് നോമ്പോ? അന്നെ കഴിഞ്ഞ റമദാൻ 5-ന് ഞാൻ എവിടെ കണ്ടത് എനിക്കറിയോ? മക്കനപ്പറമ്പ് വേലായുധന്റെ ചായക്കട വലാലെ അവിടുന്ന് മക്കരപ്പറമ്പ് അങ്ങനെ ഒരു വേലായുധന്റെ ചായപ്പീടിയിൽ കണ്ടുകണമെങ്കിൽ തന്നെ അത് പബ്ലിക്കിനോട് പറയാൻ പാടുണ്ടോ? ഹംകെ അല്ല ഞാനവിടെ കണ്ടുകൊള്ളല്ലേ. അല്ല ഇജ്ജെന്തിനാ അവിടെ വന്നിരുന്നേ? ഞാൻ പാലിന്റെ പൈസ മുപ്പർക്ക് നാടൊട്ടാകെ പാലിന്റെ അച്ചോടാ നോൽമ്പായാലും പോടാ ഹിമാറ അവിടുന്ന്. ഇജ്ജു ഞാനും ഒരുമിച്ച് നിന്ന് കണ്ടല്ല ആ കുസിനിന്റെ അടുത്ത് ബാത്റൂമിന്റെ അടുത്ത് നിന്ന് കണ്ടിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞ. അപ്പൊ കുപ്പ ജനക്കിയ ഓടാണ് കാണും ഉണ്ടാവുന്നോ. അപ്പോ അമ്മായി പറഞ്ഞ അത് പറ്റൂല, ഞാൻ നടാർത്ത സൽക്കാരാണ്, നിങ്ങളെ കണ്ടുണ്ടാക്കിയതാണ്, നിങ്ങൾ എന്നെ തിന്നണം എന്നാണ്. അമ്മായി വീണ്ടും കൊണ്ടുവരികയാണ്. അമ്മായിന്റെ വിട്ട് പുതുമയോടെ ചേടാ ഇത് എന്തൊരു കഷ്ടജീവിതം പാടാൻ സമ്മതിക്കില്ല. അമ്മായിന്റെ പുട്ടിന്ന് എടുത്തു പറയണം. കാരണം അമ്മായിന്റെ പുട്ടും കുറ്റി, അമ്മായിന്റെ പുട്ടും തൂക്ക്, അമ്മായിന്റെ അരിപ്പൊടി, അമ്മായിന്റെ തേങ്ങ, അമ്മായിന്റെ അടുപ്പ്, അമ്മായിന്റെ വെള്ളം, ഇതൊക്കെ ഉപയോഗിച്ച് ചുട്ട് കഴിഞ്ഞാ പിന്നെ നാട്ടുകാരെ പുട്ടിന്ന് എങ്ങനെ ഇഷ്ടായും പറയില്ല. എന്ത് ആളാണ്. അമ്മായിനെ ഒഴിവാക്കുക. പുട്ട് ചുട്ട് പുതുമയോടെ പൂവൻ പഴവും പടലയോടെ, ഊതി തീർന്നിടുന്നവരെ പൂരിയും മസാല വേറെ, ഹംകെ മൂരിയല്ല മസാല ഉണ്ടാവുമ്പോ മൂരി ഉണ്ടാവില്ലടാ. വെറും ആ ഒരു ചിന്തനുള്ളൂല്ലോ, മൂരി 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 എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. എത്ര പ്ലേറ്റാ ഒരു ദിവസം കയറ്റിക്കൂട്ടല്. പഹന്റെ ഇടക്കൗത്തൊക്കെ കണ്ടില്ല, കൊപ്പരപ്പാണ്ഡ്യാലിലെ കാടമ്പൂച്ചന്റെ മാതിരി. ആവുമ്പോ കള്ളിയാണ്. ഏത് റേഷനാപ്പൊക്കെ കരി അമ്മിന്റെ ചോട്ടില് മുതരണ്ടാണി വീണ് ചീർത്ത മാതിരി ചീർത്തിക്കണ് പഹൻ. ദിവസം തോറും ഇങ്ങനെ വീർത്ത് വരികയാണ്. പള്ളൊക്കെ കണ്ടില്ല, വേൾഡ് കപ്പ് കഴിഞ്ഞ് ഞാൻ പറയണില്ല, ഫുട്ബോൾ കെട്ടിത്തൂക്കിയ മാതിരി. ഏതായാലും എന്താ മൂരി അല്ല കേട്ടോ, ഭൂരി ഭൂരി ഭൂരി. ഈ മൂരി എന്നുള്ള ചിന്ത കയ്യുന്നോ മനസ്സിന്ന് ഇഞ്ഞെങ്കിലും ഒന്ന് ഒഴിവാക്കണം. സകല സ്ഥലത്തും ആന്ത്രാക്സും കൂന്ത്രാക്സും ഒക്കെ തുടങ്ങിയിരിക്കണം. ആന്ത്രാക്സ് തന്നെയല്ലേ അതിന് പറയാം. ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടിയ എൻ്റെ ആഖിറം നന്നായി കിട്ടും. ഇത് ചൊല്ലിത്തരുന്ന സമയത്തും മൂരി എന്നുള്ള ചിന്ത തന്നെയാണ് മനസ്സിൽ നിന്നുണ്ടെങ്കിൽ എൻ്റെ ഒക്കെ കാര്യം പോക്കാ. ശരിയാ. ഇനിയല്ലേ നേരെ പാടണം ഭൂരിയാണ് കേട്ടോ. പുട്ട് ചുട്ട് പുതുമയോടെ പൂവൻ പഴവും പടലയോടെ, ഊതി തീർന്നിടുന്നവരെ പൂരിയും മസാല വേറെ, ഇവകളമ്മായി രസത്തിൽ വെച്ചിട്ട് തിരിശപ്പൂമോന സദസ്സിൽ വെച്ചിട്ട് കഴിക്കും ഇത് കഴിക്കും നോമ്പ് കിടക്കിലും പറഞ്ഞുകൊണ്ട് പറന്ന് നോമ്പ് തോൽപ്പിക്കുന്ന പൊന്നമ്മായി നമ്മളെ നല്ല അമ്മായി. അമ്മായി വെച്ച് വീരുന്നൊരുക്കി ആരംഭമായ മരുമോനിക്ക് അയൽവക്കക്കാരെ വിളിപ്പിക്കുന്നേ, ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നേ.